ഹലോ, നിങ്ങളൊരു ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഞങ്ങൾ ഡിജി സെയിൽസിൽ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സിനെയാണ്. ഡിജിറ്റലി സെയിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സിനെ ഹെൽപ്പ് ചെയ്യണം. കാരണം ക്ലോത്തിങ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ബിസിനസ് പോലെയല്ല. നിങ്ങൾ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഒരു സർവീസ് ബിസിനസ് ചെയ്യണ പോലെയല്ല നിങ്ങൾ. കാരണം ഓർഡർ വന്നില്ലെങ്കിൽ വന്നില്ല എന്നുള്ളൂ. പക്ഷേ നിങ്ങളുടെ കേസിൽ അങ്ങനെയല്ല. നിങ്ങളുടെ ക്യാഷ് സ്റ്റോക്കിൽ കിടക്കുകയാണ്. ആ സ്റ്റോക്ക് 100% സെയിൽ ആവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം സൈക്ലിങ്ങിലൂടെയാണ് അത് പറ്റുള്ളൂ. ഒരു സൈക്കിൾ വരുന്നു, അതിൻ്റെ ഒരു 60% സെല്ല് ചെയ്ത് പോകുന്നു, പിന്നെ അടുത്ത സൈക്കിൾ എടുക്കുന്നു, ബാക്കിത്തെ 40 കൂടി സെല്ല് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം കൂടുതൽ കളക്ഷൻസ് കണ്ടാലാണ് കസ്റ്റമേഴ്സ് അതിലേതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യുള്ളൂ. ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന നിങ്ങളത് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് മാർക്കറ്റിങ്ങിലാണ്. എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം എന്നുള്ളതിലാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇന്ന് കസ്റ്റമറെ കണ്ടെത്താനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി നല്ല രീതിയിൽ ഓർഡേഴ്സ് ജനറേറ്റ് ചെയ്യാനും പറ്റും. ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സ് നേരിടുന്ന നമ്പർ 1 പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഓർഡേഴ്സ് ലഭിക്കണില്ല എന്നുള്ളതാണ്. മൊത്തത്തിൽ അൺപ്രഡിക്റ്റബിൾ ആണ്. അത് നിങ്ങൾ ഓൺലൈൻ സ്റ്റോറായിട്ട് റൺ ചെയ്യുന്ന ആളാണെങ്കിലും ഓഫ്ലൈൻ ഫിസിക്കൽ സ്റ്റോർ ആണെങ്കിലും ഇതേ അവസ്ഥ തന്നെ. ചില ദിവസങ്ങളിൽ ഓർഡേഴ്സ് കിട്ടും, ചില ദിവസങ്ങളിൽ കിട്ടില്ല, ചില ദിവസങ്ങളിൽ കസ്റ്റമേഴ്സ് വരും, ചില ദിവസങ്ങളിൽ വരില്ല. അപ്പോൾ മൊത്തത്തിലൊരു കയറ്റിറക്കാണ്. നിങ്ങളുടെ ആ ബിസിനസ്സിൽ നിന്നുള്ളൊരു വരുമാനം ഒരു മാസം ഇത്രയെന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. വന്ന് കിട്ടി എന്നുള്ള രീതിയിലാണ് പലരും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പല ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ സ്റ്റോക്ക്, അവരുടെ ആ കളക്ഷൻസ് അതവരെ രക്ഷിക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആ സ്റ്റോക്കിങ് വരേണ്ട താമസം ബാക്കിയെല്ലാം ഓക്കെ എന്നാണ് പലരും തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെയല്ല. നിങ്ങൾ മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് പഠിക്കണം. നിങ്ങളുടെ കയ്യിൽ എന്തോ വിൽക്കാനുണ്ട്, അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്പർ 1 സ്കില്ല് ബിസിനസ്സിൽ നിങ്ങൾക്ക് വേണ്ടത്. ഇന്നത്തെ കാലത്ത് നമ്പർ 1 സ്കില്ല് നിങ്ങൾക്ക് വേണ്ടത് കസ്റ്റമറെ കണ്ടെത്താനുള്ള സ്കില്ലാണ്. ഈ സ്കില്ലില്ലാതെ നിങ്ങൾ വേറെ എന്ത് പരിപാടി ചെയ്തിട്ടും കാര്യമില്ല. കാരണം ബിസിനസ്സിലെ ഒന്നാമത്തെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. രണ്ടാമത്തത് സെയിൽസ്. ബിസിനസ്സിൻ്റെ അകത്തേക്ക് കാശ് കൊണ്ടുവരുന്ന പരിപാടിയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം വന്ന കാശ് കൊണ്ട് സോൾവ് ചെയ്യണം. എക്സ്റ്റേണൽ ഫണ്ടിങ്ങിൽ നിന്നല്ല, വന്ന കാശ് കൊണ്ട് സോൾവ് ചെയ്യണം. അങ്ങനെയാണ് ബുദ്ധിയുള്ള ഒരു ക്ലോത്തിങ് ബിസിനസ് ഓണർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് ഫോക്കസ് ചെയ്യാതെ, മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യാതെ മറ്റു പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവരുടെ ലോഗോയുടെ കളറ് മാറ്റുക, പച്ച മാറ്റി നീലയടിക്കുക, ആനയുടെ തല മാറ്റി കുതിരയുടെ തലയാക്കുക. അതുകൊണ്ടൊന്നും വലിയ ഗുണം ഉണ്ടാവാൻ പോണില്ല. അതൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തും, അവരുടെ സെയിലിൽ ഇൻക്രീസ് കണ്ടേക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്മോൾ സ്കെയിൽ ക്ലോത്തിങ് ബിസിനസ്സാണ് നിങ്ങൾ റൺ ചെയ്യുന്നത്. അത് കിഡ്സ് വെയർ ആയിക്കോട്ടെ, റെഡിമെയ്ഡ് ടെക്സ്റ്റൈൽ, മോഡസ്റ്റ് വെയർ, ലേഡീസ് വെയർ, അങ്ങനെ എന്തും ആയിക്കോട്ടെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേഗത്തിൽ ഈ സംഗതി വിറ്റ് തീർക്കാനായിട്ട് നോക്കണം. സ്റ്റോക്ക് ഒരു ദിവസം ഹോൾഡ് ചെയ്ത് വിൽക്കാൻ പറ്റും. ആ ഷെൽഫിൽ വെക്കുന്നതിന് മുമ്പ് സെയിലായി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. കാരണം ഓരോ സൈക്കിളിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ലാഭം വരുന്നത്. അപ്പം മാക്സിമം സൈക്കിൾസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം ഡെയിലി ഓർഡേഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഇവിടെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഡിജി സെയിൽസ് എന്ന് പറഞ്ഞാൽ തന്നെ സമയം ഡിജിറ്റലി സെയിൽ ജനറേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. ഡിജി സെയിൽസ് എന്നുള്ള പേര് ഞങ്ങൾ ഇടാനുള്ള കാരണം അതുകൊണ്ടാണ്. ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവരെയാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ക്ലോത്തിങ് ബിസിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിക്കുന്നത് ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100% ആ സ്റ്റോക്ക് നിങ്ങൾ എടുത്തു വെച്ചത് ആ 100% ഒരു പക്ഷേ വിറ്റ് പോയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ഓൾറെഡി റിസ്ക് എടുക്കുന്ന ആളുകളാണ് ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഓൾറെഡി ക്യാഷിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്യാഷ്. അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റോറുള്ളവർ ഇൻറ്റീരിയർ നല്ല രീതിയിൽ ചെയ്യുക. ഒരു പലചരക്ക് കട തുടങ്ങണ പോലെ ക്ലോത്തിങ് സ്റ്റോർ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റില്ല. കാരണം ഇൻറ്റീരിയറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ റിസ്ക് ടേക്കേഴ്സാണ് നിങ്ങൾ. അതിൻ്റേതായിട്ടുള്ള റിവാർഡ് നിങ്ങൾക്ക് കിട്ടും. ക്ലോത്തിങ് ബിസിനസ് നല്ല രീതിയിൽ ലാഭത്തിൽ നമുക്ക് ഓൺലൈനിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ഈ മാർക്കറ്റിങ്ങിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അണ്ടർ പ്രൈസ്ഡ് കൺസ്യൂമർ അറ്റൻഷൻ എന്ന് പറയും. കൺസ്യൂമറുടെ അറ്റൻഷൻ എവിടെ അണ്ടർ പ്രൈസ്ഡ് ആണോ അവിടെയാണ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്.
അതായത് നമുക്ക് വളരെ ചീപ്പായിട്ട് എവിടെ നിന്ന് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും അവിടെ മാർക്കറ്റിംഗ് ചെയ്യാന്നുള്ളതാണ് സ്മോൾ സ്കെയിലിലുള്ള ബിസിനസ്സുകാർ ചെയ്യേണ്ടത്. പണ്ട് കാലത്ത് ഇത് റേഡിയോ ആയിരുന്നു, അതിക്കും മുമ്പ് പ്രിൻ്റ് ആയിരുന്നു, പിന്നെ അത് ടി വി ആയി. ഇപ്പോൾ അതങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പല ചാനൽസിലൂടെ കടന്നു വന്ന് നിലവിൽ ഇത് വന്ന് നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അവിടെ കൺസ്യൂമറുടെ അറ്റൻഷൻ നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും. എങ്ങനെ അണ്ടർ പ്രൈസ്ഡ് ആയിട്ട് ഗ്രാബ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു മാർക്കറ്റിംഗ് ചാനലാണെന്നുള്ളത്. സോഷ്യൽ മീഡിയ ഇപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ് ക്ലോത്തിങ് ബിസിനസ് ഓണർ ആദ്യം ചെയ്യേണ്ടത്. ഒരുപാട് പേര് നേരിടുന്ന പ്രശ്നമാണ്, ഇവരെവിടെയെങ്കിലും പോയി സ്റ്റോക്ക് എടുത്തുകൊണ്ട് വരും, അവരൊരു ഷോപ്പ് ഏതെങ്കിലും ജംഗ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ആ സ്റ്റോക്ക് ഇങ്ങനെ അവിടെ ഇരിക്കുക. ചിലവർ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യുന്നവരുണ്ട്, ഓൺലൈൻ സ്റ്റോർ ഇൻസ്റ്റഗ്രാമിലെല്ലാം ചെയ്യുന്നവരുണ്ട്. ഡെയിലി സെയിൽ ജനറേറ്റ് ചെയ്യാതെ, ഡെയിലി ഓർഡേഴ്സ് ജനറേറ്റ് ചെയ്യാതെ വേറെ എന്ത് കഥ പറഞ്ഞിട്ടും കാര്യമില്ല. ചിലർ പറയും എൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് എൻ്റെയാണ്, ഞങ്ങൾ ഡയറക്റ്റ് മെറ്റീരിയലെല്ലാം പിക്ക് ചെയ്ത് ഞങ്ങൾ തന്നെ കംപ്ലീറ്റ് മോണിറ്റർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളെക്കാൾ വില കൂട്ടി ക്വാളിറ്റി ഇല്ലാത്ത സാധനം കൊടുക്കുന്ന അവർക്കാണ് സെയിൽ പോകുന്നത്. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് വരും. അവർക്കറിയാവുന്നൊരു കാര്യമുണ്ട്, മാർക്കറ്റിംഗ്. ഈ ബിസിനസ്സിൽ 2 സ്കില്ലാണുള്ളത്. ബിസിനസ്സിൻ്റെ അകത്തെ സ്കില്ലും, അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്യൂട്ടീക്ക് ആണെങ്കിൽ നല്ല രീതിയിൽ ഡിസൈനിങ് അറിയാം, സ്റ്റിച്ചിങ് നല്ല രീതിയിലൊക്കെ അറിയാമെന്ന് വിചാരിക്കുക. അത് ബിസിനസ്സിൻ്റെ അകത്തെ സ്കില്ലാണ്. ആ ബിസിനസ് റൺ ചെയ്യുന്നതിൻ്റെ അകത്തെ സ്കില്ലാണ്. പക്ഷേ ആ ബിസിനസ് എന്ന രീതിയിൽ അത് നല്ല രീതിയിൽ റൺ ചെയ്യണമെങ്കിൽ ബിസിനസ്സിൻ്റെ അകത്തുള്ള ടെക്നിക്കൽ സ്കില്ല് കൊണ്ട് മാത്രം കാര്യമില്ല. ഉദാഹരണം സ്റ്റിച്ചിങ് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം, അത് ടെക്നിക്കൽ സ്കില്ലാണ്, ബിസിനസ് സ്കില്ലല്ല. ബിസിനസ് സ്കില്ലെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണ്. നിങ്ങൾ റൺ ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണെങ്കിൽ പാചകം അറിയാമെന്നുള്ളത് ടെക്നിക്കൽ സ്കില്ലാണ്. ഒരുപാട് പാചകം അറിയാവുന്ന ആളുകൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നുണ്ട്, അതേപോലെ തന്നെ പൂട്ടണമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ സ്കില്ല് കൊണ്ട് മാത്രം കാര്യമില്ല, ബിസിനസ് സ്കില്ലും ഒരേപോലെ തന്നെ വരണം. നിങ്ങൾ നല്ലൊരു ടീച്ചറായിരിക്കാം, നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാം നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് വിചാരിക്കുക. പക്ഷേ ഒരു അക്കാഡമി റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ബിസിനസ് സ്കില്ലാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലോത്തിങ് ബിസിനസ്സിൻ്റെ അകത്തുള്ള ടെക്നിക്കൽ സ്കില്ല് കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസും കൂടി പഠിക്കണം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിങ്ങെല്ലാം പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അംഗമാവുക. താഴെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.